കൂട്ടുകാരും പുതിയ വീഡിയോയിലേക്ക് കാണും. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അടിയിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ. ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മളെ എന്താണ് കറ്റാർവാഴ, പഴത്തില്, മുട്ടത്തോട് ഇത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഒരു എൻസൈം പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കുന്ന ഒരു പിന്നെ നമ്മളെ ഉണ്ടായിരുന്ന കുറച്ച് ഉണ്ട്. ഇത് നമ്മൾ ചെടികൾക്ക് കൊടുക്കാനായിട്ടുള്ള മിക്സ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പറ്റിയത്. അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കും. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കറ്റാർവാഴയുടെ സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ട് 2 കറ്റാർവാഴ നമുക്ക് ഞാൻ നിങ്ങളെ ഓട്ടത്തിൽ തന്നെ കട്ട് ചെയ്താണ്. പിന്നെ നമുക്ക് ആവശ്യം തൈര് വേണം, കുറച്ച് ശർക്കര വേണം. ഇത്ര ഉള്ളൂ. ഇതിന് പഴത്തിരി മാത്രം മതി. മുട്ടയുടെ അനുസരിച്ച് മുട്ട മാത്രം മതി. പിന്നെ കുറച്ച് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടിയും വേണം. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ലിക്വിഡ് ഫെർട്ടിലൈസർ, ഓർഗാനിക് ആയിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമ്മളെ കുറച്ച് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പഴത്തിൽ ഇട്ട് എൻസൈം ഉണ്ടാക്കി ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് മാസങ്ങളായി, മുമ്പൊക്കെ ഇത്ര ഉണ്ടായിരുന്നു. ശരിക്കും മുന്നേ നമ്മൾ കുറച്ച് നമ്മൾ വേറെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ അതുപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭാഗത്തോളം നമ്മൾ ഈ കറ്റാർവാഴയുടെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇത് നമ്മളെ മഴക്കാലത്ത് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മഴവെള്ളമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നല്ല ഇരട്ടി ശക്തിയുള്ള സാധനമാണ്. നല്ല നൈട്രജൻ കണ്ടന്റ് ഉണ്ടെന്നുള്ള വളർന്നുണ്ട് ഒരു ഫെർട്ടിലൈസർ. നമുക്ക് ആദ്യം തന്നെ ഇത് കാലിച്ചിട്ട് നമുക്ക് ഇന്ന് നമുക്ക് നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ കുറച്ച് നമുക്ക് ബാലൻസ് ഉണ്ടല്ലോ, ബാലൻസുള്ള പീസാണ് ഇത്, കുറച്ച് പീസുകളാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇടാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ പഴത്തിന്റെ തൊലി മണം, ഇത് നല്ല ഫോസ്ഫറസ് കണ്ടുള്ള സംഭവമാണ്. നമ്മള് നമ്മൾ ഇതിന്റെ ബക്കറ്റിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ബക്കറ്റ് ഫുള്ള് വെള്ളം ഒഴിക്കും. അതുപോലെ തന്നെ ഫംഗിസൈഡ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത്. ഇത് നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് ചെയ്യുന്ന പിന്നീട് കാണിച്ചാൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കറ്റാർവാഴയുടെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒഴിച്ച് നമ്മൾ ഈ കറ്റാർവാഴ നമുക്ക് ചെറുതായിട്ടായിരുന്നു പീസാക്കിയിട്ട് ഇത് നമ്മൾ മുന്നുണ്ടായിരുന്ന കുറച്ച് ഇതിന്റെ ബാക്കി ഉണ്ടായിരുന്നതാണ്. എൻ്റെ ഇത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് താനാക്കി പോയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ തന്നെ ഇട്ടതാണ്. ഇത് സംഭവം ഓരോന്നായിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. ഇത് ഒരു നൈട്രജൻ കണ്ടന്റുള്ള സൂപ്പർ ഫെർട്ടിലൈസർ. ചെടികളുടെ ജെല്ലുണ്ട്. നമ്മളെ കറ്റാർവാഴയൊക്കെ നല്ല ജെല്ല് ഷീറ്റുകളുണ്ട്. അതുപോലെ നന്നായി പിഴിഞ്ഞിട്ട് അങ്ങനെ കൈ കൊണ്ടൊന്നും ഞെരടിയിട്ട് ഇട്ടാൽ മതി. നന്നായി പിഴിയുക. ഇത് നമ്മുടെ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം. ഇതിലേക്ക് നമ്മൾ നല്ല
അപ്പോൾ നമ്മളെ കറ്റാർവാഴ പിഴിഞ്ഞ് നമ്മൾ മെഴുകിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ശർക്കരയില്ല, ശർക്കര നമുക്ക് മധുരത്തിന് ഭയങ്കര പ്രാന്തം. കുറച്ച് ശർക്കര പൊട്ടിച്ചിട്ട് ഇതിലിടുക. ചെറിയൊരു കഷ്ണം ശർക്കര മതി കേട്ടോ, ഒത്തിരി വലുതായിരുന്നു. പിന്നെ ഇതിലേക്ക് തൈരില്ല, തൈരും ചേർക്കും. ഇതിലേക്ക് നമ്മൾ ഒരു ഈ കുപ്പിയിലാണെങ്കിൽ നമ്മൾ ഇത്രയും കുറച്ച് ഗ്യാസ് ഫോം ചെയ്യാനുള്ള ഒരു സ്ഥലം ഗ്യാപ്പ് നമ്മൾ ഇത്രയും നമ്മളിതിൽ വെള്ളം ഒഴിക്കും. വെള്ളം നമ്മൾ മഴവെള്ളം കിട്ടുകയാണെങ്കിൽ ഏറ്റവും സൂപ്പറായി. അല്ല നോർമൽ വെള്ളം ഉപയോഗിച്ചാലും നമുക്ക് കുഴപ്പമില്ല. ഒരു 2-3 മാസം നമ്മൾ മിനിമം 2 മാസം വെച്ചിരുന്നു കഴിഞ്ഞാൽ സൂപ്പർ ഫെർട്ടിലൈസറായി. അടിയിലത്തിലാണ് എല്ലാ ചെടികൾക്കും ബെസ്റ്റ് ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്യും. കുറച്ച് തൽക്കാലം ഞാൻ ഇത്ര വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് വെറുതെ ഒന്ന് സെറ്റ് ആവാണ്ട് അത് കഴിഞ്ഞിട്ട് ഇത്രയും വെള്ളം ഒഴിക്കും. എന്നുവെച്ചാൽ ഇന്ന് നാളെ മഴ പെയ്യാണെങ്കിൽ മഴവെള്ളം കിട്ടില്ല, ആ വെള്ളം ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക. അടുത്തത് നമുക്ക് കുറച്ച് പഴത്തിൽ നമ്മൾ വെറുതെ കളയുന്ന പഴത്തിൽ എടുത്തിട്ട് കുപ്പിയിൽ ഇതുപോലെ കുത്തി നിറയ്ക്കുക. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നിറച്ചാലും കുഴപ്പമില്ല. പഴത്തോല കൊണ്ട് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് ഇതുപോലെ ചെയ്യാം. നമ്മൾ പഴത്തിൽ ഇതിൻ്റെ കാലിക്കുപ്പിയിൽ നിറച്ച് ഇതിൽ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 മാസം വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫോസ്ഫറസ് ഉള്ള വളം കിട്ടും. അതുപോലെ തന്നെ ഇത് നന്നായി ഉണക്കുക, വെയിലത്തിട്ട് ഉണക്കുക. എൻ്റെ അടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട് 5-6 മാസം പഴക്കത്തിയ പഴത്തിൽ ഉണങ്ങിയത്. ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് പൊടിച്ചിട്ട് നമ്മൾ അടിയിലേക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കും. ഏറ്റവും ബെസ്റ്റ് ഫോസ്ഫറസ് ഉള്ള വളം, അതുപോലെ സൂപ്പർ വളം, ഫ്ലവറൊക്കെ അടിപൊളിയായിട്ട് വരും. ഒരു കുപ്പിയിലൊരു 4-5 പഴത്തിൻ്റെ തൊലിട്ടാൽ മതി. ഞാൻ നമ്മൾ കുപ്പികളിൽ ആക്കിയിട്ട് ഒരു 2 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി നല്ല ഫ്ലവറിങ് ഇതിനെ കുറ്റി ഫസ്റ്റ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഇതുപോലെ വെള്ളം
ഇതിൽ കുറച്ച് ഭാഗം നമ്മൾ ഒരു 3/4 ഭാഗത്തോളം വെള്ളം നിറച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞ് ഇതിന് ഗ്യാസ് ഫോം ചെയ്യും. അതുകൊണ്ട് സംഭവം കുപ്പിയിലൊക്കെ പൊട്ടിത്തെറിച്ചു. ഇത്രയും ഭാഗം വെള്ളം നിറച്ചിട്ട് നമ്മൾ 2 മുതൽ എത്തിച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു വെള്ളം. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ സംഭവം മുട്ടത്തോടില്ല. മുട്ടത്തോട് ഇതുപോലെ പൊടിക്കുക, വെളുത്തിയാക്കുക. ഇതിൽ നമ്മൾ വെള്ളം നിറച്ച് ഇത്രയും ഭാഗം വെള്ളം നിറച്ചിട്ട് നമ്മൾ തേച്ച് കഴിക്കും. ഇത് ബാക്കിയൊന്നാണ്. ബാക്കിയൊന്ന് നമ്മൾ ഇതുപോലെ തന്നെ ഉണങ്ങാനായിട്ട് വയ്ക്കും. അതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണങ്ങിയ പഴത്തിരി ഇത് നമ്മൾ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഏറ്റവും നല്ല ലിക്വിഡ് ഫെർട്ടിലൈസർ കിട്ടുന്നു. ഇതൊന്ന് കൊടുക്കാനുള്ളത്. ഇത് നമ്മൾ ഇത്ര എടുത്ത് കഴിഞ്ഞാൽ നിറച്ച് ഇതൊരു 10 ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് വേണം, ഫംഗിസൈഡ് ഇട്ടിട്ട് വേണം നമ്മൾ ചെടികൾക്ക് കൊടുക്കാനാണ്. ഏറ്റവും ബെസ്റ്റ് ചെടികളുടെ വേരോട്ടത്തിനും നല്ല ഫ്ലവറിങ്ങിനും പ്രോഡക്ട്സ് വലുതാവാനും എല്ലാം കൊണ്ടും ബെസ്റ്റ് ഫെർട്ടിലൈസറാണ് ഈ ഒരു 3 ഐറ്റം. ഞാനിപ്പോൾ ഇതിൽ ഈ സാധനം 3 ഐറ്റം മൊത്തത്തോട് ചെയ്തിട്ടില്ല. എന്നാലും ഈ 2 ആയാലും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യുക, എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ വരും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും നല്ല ഇതിനെ ആശംസിച്ചുകൊണ്ട് താങ്ക് യു.